രാജ്യത്തെ തന്നെ ഞെട്ടിച്ച സംഭവമാണ് ഡൽഹി ഹൈക്കോടതിയിലെ ഒരു മുതിർന്ന ജഡ്ജിയുടെ വസതിയിൽ നിന്നും വൻതോതിൽ പണം കണ്ടെത്തി എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ 3 ദിവസമായി അത് ചർച്ചയാകുന്നുണ്ട് എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി സുപ്രീം കോടതി തന്നെ പ്രസ്താവനയിലൂടെ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു. സംഭവത്തിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. 3 അംഗ ആഭ്യന്തര അന്വേഷണ സമിതിയാണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുക. അത് 3 ഹൈക്കോടതി ജഡ്ജിമാർ അടങ്ങുന്നതാണ് ഈ സമിതി. ഒപ്പം തന്നെ ഈ സംഭവത്തിൻ്റെ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക്. ആ റിപ്പോർട്ടും പരസ്യപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പണം കണ്ടെത്തിയ സംഭവത്തിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും സുപ്രീം കോടതി വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് സംഭവത്തെക്കുറിച്ച് ഈ ജസ്റ്റിസ് ഈ പണം കണ്ടെത്തിയ വസതിയിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വിശദീകരണവും പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വിശദീകരണത്തിൽ അദ്ദേഹം ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. എങ്ങനെയാണ് പണം അവിടെ എത്തിയത് എന്ന് തനിക്കറിയില്ല. താനും കുടുംബവും താമസിക്കുന്ന ആ വസതിയുടെ ഭാഗമായുള്ള മുറിയിലല്ല ഈ പണം കണ്ടെത്തിയത്. മുൻപ് ഇത്തരത്തിൽ പണം ഉള്ളതായി തൻ്റെ ജീവനക്കാരോ മറ്റാരും തന്നെയോ തന്നെ അറിയിച്ചിട്ടില്ല. ഈ സംഭവം നടന്ന ദിവസം താനും കുടുംബവും വസതിയിൽ ഉണ്ടായിരുന്നില്ല എന്നതടക്കമാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഈ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഈ വിശദീകരണത്തിൽ.